അങ്ങനെ ഐഷു കാത്തിരുന്ന ദിവസം വന്നെത്തി. ഫോക്ക് ഡാൻസിൻ്റെ ദിവസമാണിന്ന്. അതായത് സ്കൂളിൽ ആർട്ട് ഫെസ്റ്റ് ആണ്. വ്യാഴാഴ്ചയായിരുന്നു പ്രോഗ്രാം നടന്നിട്ടുണ്ടായിരുന്നത്. 10:30 റിപ്പോർട്ടിംഗ് ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും മേക്കപ്പ് ഒക്കെ ചെയ്ത് അവിടെ ചെന്നപ്പോഴേക്കും 11 മണിയായി. അതുപോലെ നമ്മുടെ കുട്ടിയത്തെ ട്രാഫിക് അറിയാമല്ലോ, അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും ഏകദേശം ഒരു 11 മണിയൊക്കെ ആയി. അപ്പോഴേക്കും അവിടുത്തെ ഇനാഗ്രേഷൻ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് മിന്നായം പോലെയൊക്കെ നോക്കിയിട്ട് പിന്നെ ഐഷുവിനെ ക്ലാസ്സിൽ കൊണ്ടിരുത്തി. ഇതൊക്കെയാണ് കോസ്റ്റ്യൂം. ഇത് ഐഷുവിൻ്റെ ഫ്രണ്ട് അഞ്ജനയാണ്. പിന്നീട് ഫസ്റ്റ് സ്റ്റാൻഡേർഡിലുള്ള കുട്ടികളെല്ലാം ഉണ്ടായിരുന്നു. ഇവരെല്ലാം മേക്കപ്പൊക്കെ ഇട്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ട് ഇരിപ്പുണ്ടായിരുന്നു. എല്ലാം ഫോക്ക് ഡാൻസിൻ്റെ കുട്ടികളായിരുന്നു. ഐഷുവിനെ അവിടെ കൊണ്ടിരുത്തിയിട്ട് ബാക്കി ക്ലാസ് റൂമിലൊക്കെ ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞ് നോക്കിയപ്പോഴേക്കും അവിടെ ഗ്രൂപ്പ് ഡാൻസിൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കുട്ടികൾ മേക്കപ്പൊക്കെ ചെയ്യുന്നു. പിന്നീട് ഒപ്പനയുടെ കുട്ടികളും എല്ലാം ഉണ്ടായിരുന്നു. ടീച്ചേഴ്സും അതിൻ്റെ ഇടയിൽ സഹായിക്കുന്നു. ടീച്ചേഴ്സൊക്കെ നല്ല സപ്പോർട്ടാണ്. അവിടെ പ്രോഗ്രാമൊക്കെ നടക്കുമ്പോഴേക്കും നമുക്ക് നല്ല സപ്പോർട്ടാണ് തരുന്നത്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ക്ലാസിക്കൽ ഡാൻസ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് പെർഫോമൻസ് സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇതൊന്നും കാണാനുള്ള സമയമൊന്നും കിട്ടിയില്ല, കാരണം പിള്ളേരുടെ പേർക്ക് ഓടി നടക്കുകയാണ്. അങ്ങനെ ചെസ് നമ്പറൊക്കെ കൊടുത്ത് എല്ലാവരെയും ബാക്ക് സ്റ്റേജിൽ ഇരുത്തിയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോയി പ്രോഗ്രാം കണ്ടോളാം ടീച്ചർമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആദ്യം ഫസ്റ്റും സെക്കൻഡുമാണ് കോമ്പറ്റീഷൻ, പിന്നീടാണ് തേർഡും ഫോർത്തും. ഐഷുവിൻ്റെ ക്ലാസ്സിൽ നിന്ന് 3 പേരാണ് പങ്കെടുക്കുന്നുണ്ടായിരുന്നത്. എല്ലാവരെയും നല്ല ഭംഗിയുണ്ട് കോസ്റ്റ്യൂമൊക്കെ ഇട്ടിരിക്കുന്ന കാണാൻ. അങ്ങനെ ഞങ്ങളിത് ആ പ്രോഗ്രാം കാണാൻ വന്നിരുന്നു. ആദ്യം ക്ലാസിക്കൽ ഡാൻസ് കഴിഞ്ഞു, അതിന് ശേഷമാണ് ഫോക്ക് ഡാൻസ്. എല്ലാ കുട്ടികളും നല്ല ഭംഗിയായിട്ടായിരുന്നു കളിച്ചിട്ടുണ്ടായിരുന്നത്. ഐഷുവിൻ്റെ ഡാൻസിൻ്റെ തീം എന്ന് പറയുന്നത് പ്രളയം ബേസ്ഡ് ആയിട്ടുള്ളൊരു തീമായിരുന്നു. അപ്പോൾ അതിന് പ്രോപ്പർട്ടി കലം ഉണ്ടായിരുന്നു, ഒരു കൊട്ടയുണ്ടായിരുന്നു. അങ്ങനെ കലവും കൊട്ടയൊക്കെ താഴെ വീണു പോകുമെന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ എനിക്കുണ്ടായിരുന്നു. എന്തായാലും അവൾ നല്ലതുപോലെയൊക്കെ പെർഫോം ചെയ്തു. അങ്ങനെ അവളുടെ ഡാൻസ് കഴിഞ്ഞ് അവളുടെ കൂട്ടുകാരി അന്നയുടെ ഡാൻസും കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ 1 മണിയൊക്കെ കഴിഞ്ഞു. അപ്പോഴേക്കും വിശപ്പിൻ്റെ വിളി വന്നതുകൊണ്ട് ബാക്കിയുള്ള പ്രോഗ്രാമൊന്നും കാണാനില്ല. നമ്മൾ ഫുഡൊന്നും കൊണ്ടുവന്നില്ലായിരുന്നു. വൈകുന്നേരം 4:30 വരെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം കിട്ടിയ ഓട്ടോ കയറി നമ്മൾ വീട്ടിൽ വരികയും ചെയ്തു.